അപ്പോൾ നമുക്കിന്ന് നമ്മുടെ ചാർക്കോൾ ഫേഷ്യൽ ബോംസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ എല്ലാ എക്യുപ്മെൻറ്റ്സും നമ്മൾ സാനിറ്റൈസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ സാനിറ്റൈസ് ചെയ്ത എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്ത് നമ്മുടെ സോപ്പ് ബേസ് കട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ സോപ്പ് ബേസ് കോക്കനട്ട് ആക്ടിവേറ്റഡ് കോക്കനട്ട് ചാർക്കോൾ സോപ്പ് ബേസാണ്. സൾഫേറ്റ് ഫ്രീ, പാരബൻ ഫ്രീ ആയിട്ട് സേഫായിട്ട് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന, ഒബ്വിയസ്ലി മെൽറ്റ് ആൻഡ് പോർ ആണ്, എന്നാൽ പോലും നമുക്ക് കുട്ടികൾക്ക് വരെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അബവ് 8 years old കുട്ടികൾക്ക് വരെ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന സോപ്പ് ബേസസ് ആണ് നമ്മൾ നൈഷ്യലി യൂസ് ചെയ്യാറുള്ളത്. അങ്ങനെ നമ്മുടെ ഫേഷ്യൽ ബോംസ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഹാർട്ട് ഷേപ്ഡ് ആണ്. എവ്രി വൺ ലവ് ദാറ്റ്. ആ ഹാർട്ട് ഷേപ്ഡ് ആയിട്ടുള്ള മോൾഡിലേക്കും നമ്മൾ കുറച്ച് സാനിറ്റൈസർ അല്ല, ആക്ച്വലി ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ വിച്ച് വി യൂസ് ഡ്യൂറിങ് അവർ സോപ്പ് മേക്കിംഗ് പ്രോസസ്സ്. പിന്നെ നമ്മുടെ ഓരോ ഇൻഗ്രീഡിയൻസും മെഷർ ചെയ്തെടുത്തു. മെൽറ്റ് ചെയ്ത സോപ്പ് ബേസിലേക്ക് നമ്മൾ ഈ ഓരോ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്ത് കൊടുത്തു. നമ്മുടെ സോപ്പ് ഫേസിൽ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഡ്രൈനെസ് ഉണ്ടാവില്ല. നമ്മുടെ ആക്നേസ് പ്രിവെൻറ്റ് ചെയ്യും കണ്ടിന്യൂസ് യൂസേജിൽ. അതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഫേഷ്യൽ ബോംബിൻ്റെ പ്രത്യേകത. അങ്ങനെ ഞാൻ നമ്മുടെ സോപ്പ് മോൾഡിലേക്ക് ഈ ഓരോ ഫേഷ്യൽ ബോംസിനും ഫില്ല് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ ബബിൾസ് വരുന്നതിന് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാനാണ് ആ ആൽക്കഹോൾ കുറച്ചും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇറ്റ് ഈസ് വെരി സേഫ്. ഡോണ്ട് ഈവൻ ഗെറ്റ് സ്കെയർഡ്. നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഇതെന്താണ് ആൽക്കഹോളൊക്കെ യൂസ് ചെയ്ത സോപ്പാണോ നമ്മൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഏത് സോപ്പ് യൂസ് ചെയ്താലും അതിലെല്ലാത്തിലും ഈ ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ അവർ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ എനിക്കിപ്പോൾ 2 മോൾഡേ കിട്ടിയുള്ളൂ. എനിക്കറിയില്ല എൻ്റെ ബാക്കിയുള്ള മോൾസൊക്കെ എവിടെ പോയിന്ന്. ബിക്കോസ് എനിക്ക് ഓർഡേഴ്സ് വന്നതുകൊണ്ട് എന്തായാലും പ്രിപ്പയർ ചെയ്യണം. അതുകൊണ്ട് തന്നെ ഞാൻ ധൃതിക്ക് പ്രിപ്പയർ ചെയ്തതാണ്. അപ്പോൾ തന്നെ വീഡിയോ എടുത്തു. കുറേ നാളായി ഇതിൻ്റെ വീഡിയോ എടുത്തിട്ട്. അപ്പോൾ ഈ സോപ്പ് ബേസ് നമ്മൾ കുറച്ച് നേരത്തേക്ക് അതിനെ ലീവ് ചെയ്യുക. അത് കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ കുട്ടി ഫേഷ്യൽ ബോംസ് റെഡിയായി കിട്ടുന്നതായിരിക്കും.